വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? വൈറ്റമിൻ ഡി ഇത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. ഞാൻ എൻ്റെ കഥ പറയട്ടെ. ദിവസങ്ങളായി ക്ഷീണം, മസിലുകൾക്കും പുറത്തിനും വേദന, മുടികൊഴിച്ചിൽ, ശ്രദ്ധയില്ലായ്മ, മൂഡ് സ്വിങ്സ്, ഉത്സാഹമില്ലായ്മ, പ്രതിരോധശേഷിക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പല്ല്, ചർമ്മം, വയർ എന്നിവയ്ക്കും ഇടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നു. വൈറ്റമിൻ ഡിയുടെ ഉത്തമമായ അളവ് 30 മുതൽ 60 നാനോഗ്രാം പെർ മില്ലി ലിറ്റർ ഇടയിലുള്ളതാണ്. 20 മുതൽ 30 നാനോഗ്രാം പെർ മില്ലി ലിറ്റർ ഇടയിലാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ 20 നാനോഗ്രാം പെർ മില്ലി ലിറ്ററിൽ താഴെയാണ് അളവെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ശരീരം പ്രധാനമായും വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ വൈറ്റമിൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. 20 നാനോഗ്രാം പെർ മില്ലി ലിറ്ററിൽ താഴെയാണ് നിങ്ങളുടെ വൈറ്റമിൻ ഡി എങ്കിൽ നിങ്ങൾ സപ്ലിമെന്റുകളെ ആശ്രയിക്കേണ്ടതായി വരും. സൂര്യപ്രകാശം കൊണ്ട് മാത്രം വൈറ്റമിൻ ഡിയുടെ അളവ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചെന്ന് വരില്ല. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഒരു ബൾബിന്റെ വോൾട്ടേജ് പോലെയാണ്. അളവ് കൃത്യമാണെങ്കിൽ നിങ്ങൾ പ്രസന്ന മുഖഭാവത്തോടെയും ഊർജ്ജസ്വലതയോടെയും ആത്മവിശ്വാസത്തോടെയും സൗന്ദര്യത്തോടെയും ഉള്ള വ്യക്തിയായി കാണപ്പെടും. ഏറ്റവും മുകളിൽ വിവരിച്ചതായ ബുദ്ധിമുട്ടുകളിൽ 2 അതിലധികമോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിക്കുന്നത് ഉത്തമമായിരിക്കും. അളവ് കുറവാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് തുടർന്ന് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ആദിത്യൻ ബലവാനല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവിനെ അത് സാരമായി ബാധിക്കാനിടയുണ്ട്. ഹിന്ദു വിശ്വാസപ്രകാരം സൂര്യനെ പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും ആത്മാവിൻ്റെയും കാരകനായ ആദിത്യ ഭഗവാനായി ആരോഗ്യത്തിനും സമൃദ്ധിക്കും ആത്മീയ പുരോഗതിക്കും വേണ്ടി ആരാധിക്കുന്നു. ആദിത്യ ഭഗവാൻ 7 കുതിരകളുള്ള രഥത്തിലേറി വരുന്നതായാണ് സങ്കല്പം. 7 കുതിരകൾ മഴവിലിൻ്റെ 7 നിറങ്ങളായും ഒരാഴ്ചയിലെ 7 ദിവസങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളും വർണ്ണാഭമായിരിക്കാൻ ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം വളരെ പ്രധാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.